വർഷത്തോളം പാർട്ടിയെ ഇരുപക്ഷത്തു നിന്നു നയിച്ച AI ഗ്രൂപ്പുകൾ അപ്രസക്തമായതോടെ കോൺഗ്രസിൽ ശക്തമായ സതീശൻ സുധാകരൻ പക്ഷങ്ങൾ പരസ്യപ്പോരിൽ. KPCC യോഗത്തിൽ വിമർശനം ഉയർന്നതിനു പിന്നാലെ തിരുവനന്തപുരം ജില്ലാ ക്യാമ്പിൽ നിന്ന് വിട്ടുനിന്ന VD സതീശൻ വിശദീകരിച്ചും ന്യായീകരിച്ചും രംഗത്ത്. പങ്കെടുക്കാത്തത് തിരുത്തലിന്റെ ആദ്യപടിയെന്ന് മറുപടി. താൻ വിമർശനത്തിന് അതീതനല്ല. വയനാട് ക്യാമ്പ് തീരുമാനങ്ങൾ സർക്കുലറായി ഇറക്കിയിട്ടില്ലെന്നും വാർത്തകൾ പുറത്തുവിടുന്നവരെ കണ്ടെത്തണമെന്നും സതീശൻ. രണ്ട് വിഭാഗത്തെയും ഒപ്പം നിർത്താൻ ശ്രമിച്ച് KC വേണുഗോപാൽ. സുധാകരനും സതീശനും പാർട്ടിക്ക് ഒരുപാട് സംഭാവനകൾ നൽകിയവരെന്നും KC. പ്രശ്നം വഷളാക്കരുതെന്നും ജനങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ നേതാക്കൾ പ്രവർത്തിക്കണമെന്നും രമേശ് ചെന്നിത്തല. അച്ചടക്ക നടപടി നേരിട്ട് ഒരു വ്യാഴവട്ടത്തിന് ശേഷം പാർട്ടി നേതൃത്വത്തിനെതിരെ രൂക്ഷ വിമർശനം ഉയർത്തിയും വെളിപ്പെടുത്തൽ നടത്തിയും CPM മുൻ സംസ്ഥാന കമ്മിറ്റി അംഗവും കണ്ണൂരിലെ പ്രമുഖ നേതാവുമായ CKP പത്മനാഭൻ. ജനങ്ങൾ വെറുക്കുന്ന അവസ്ഥയിലേക്ക് CPMനെ എത്തിച്ചത് നേതാക്കൾ. തന്റെ പുറത്താക്കലിനു പിന്നിൽ വിഭാഗീയത, താൻ അനുഭവിക്കുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ പോലും പാർട്ടിയുടെയും ചില നേതാക്കളുടെയും സംഭാവന. ഇപ്പോൾ കാണുന്നത് പ്രകൃതി അവർക്ക് നൽകുന്ന തിരിച്ചടി. ഒരു സഖാവ് എന്ന നിലയിൽ പറയാൻ പാടില്ലെങ്കിലും നേതാക്കളുടെ ഇന്നത്തെ അവസ്ഥയിൽ സന്തോഷമെന്നും CKP പത്മനാഭൻ. പ്രതികരണം പ്രാദേശിക ടെലിവിഷൻ ചാനലിന് നൽകിയ അഭിമുഖത്തിൽ പ്രതികരിക്കാതെ CPM നേതൃത്വം. മണ്ണിടിച്ചിലിൽ കാണാതായ അർജുനെ തേടിയുള്ള ദൗത്യം ഇന്ന് ശ്രദ്ധേയമായത് പ്രാദേശിക മുങ്ങൽ വിദഗ്ധരടങ്ങിയ മാൽപേ സംഘത്തിന്റെ ആത്മാർത്ഥ ഇടപെടൽ. കലങ്ങി മറിഞ്ഞൊഴുകുന്ന ഗംഗാവല്ലി പുഴയിൽ അർജുനെ തേടിയിറങ്ങിയെങ്കിലും പലതവണയും വടം പൊട്ടിയതോടെ മാൽപേ സംഘം തിരിച്ചുകയറി. അർജുനെ തേടി 9 തവണ കുത്തിയൊഴുകുന്ന പുഴയിൽ ഡൈവ് ചെയ്ത് ഈശ്വർ മാൽപേ. അടിത്തട്ടിലെത്താൻ കഴിഞ്ഞില്ലെങ്കിലും തിരച്ചിൽ അവസാനിപ്പിക്കില്ലെന്ന നിലപാടിൽ ഈശ്വർ മാൽപേയും സംഘവും. തിരച്ചിൽ ഇന്നത്തേക്ക് അവസാനിപ്പിച്ചു. ലോറി ചെളിയിൽ പുതഞ്ഞതാകാമെന്ന് ജില്ലാ കലക്ടർ ലക്ഷ്മിപ്രിയ. ദൗത്യം തുടരും. പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യക്ക് പ്രതീക്ഷ നൽകി ആദ്യ ദിനം. പുരുഷ ടെന്നീസിൽ ഇന്ത്യക്ക് വിജയത്തുടക്കം. ലക്ഷ്യ സെൻ തോൽപ്പിച്ചത് ഗ്വാട്ടിമാല താരത്തെ. ടേബിൾ ടെന്നീസിൽ ഹർമിത് ദേശായിക്കും ജയം. ബാഡ്മിന്റൺ സിംഗിൾസിൽ ലക്ഷ്യ സെന്നിനും ഡബിൾസിൽ സാത്വിക് ചിരാഗ് സഖ്യത്തിനും വിജയം. ഷൂട്ടിംഗിൽ ഇന്ത്യക്ക് മെഡൽ പ്രതീക്ഷയേകി മനു ഭാക്കർ. വനിതാ വിഭാഗം 10 മീറ്റർ എയർ പിസ്റ്റലിൽ 580 പോയിന്റുമായി 3ാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്തു. തുഴച്ചിലിൽ സെമി സാധ്യത നിലനിർത്തിയ ബാൽരാജ് പൻവാർ നാളെ റെപ്പഷാഗെ റൗണ്ടിൽ മത്സരിക്കും. നീതി ആയോഗ് യോഗത്തിൽ സംസാരിച്ചുകൊണ്ടിരിക്കെ മൈക്ക് ഓഫ് ചെയ്തെന്ന് ആരോപിച്ച് ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജിയുടെ ഇറങ്ങിപ്പോക്ക്. ചന്ദ്രബാബു നായിഡുവിനും ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രി വിഷ്ണു ഡിയോ സായിക്കും 20 മിനിറ്റ് വീതം അനുവദിച്ചെന്നും എന്നാൽ തനിക്ക് 5 മിനിറ്റ് മാത്രമേ അനുവദിച്ചുള്ളൂവെന്നും മമത. ഇറങ്ങിപ്പോക്കിനെ രാഷ്ട്രീയ വിവാദമാക്കിയ മമതയ്ക്ക് മറുപടിയുമായി ധനമന്ത്രി നിർമ്മല സീതാരാമൻ. മൈക്ക് ഓഫ് ചെയ്തിട്ടില്ലെന്നും എല്ലാ മുഖ്യമന്ത്രിമാർക്കും നിശ്ചിത സമയം നൽകിയിരുന്നുവെന്നും മറുപടി. തൃശൂരിലെ ധനകാര്യ സ്ഥാപനത്തിൽ നിന്നും ജീവനക്കാരി 20 കോടി തട്ടിയത് പുറത്തുവരാൻ കാരണം ആഗോളതലത്തിൽ മൈക്രോസോഫ്റ്റ് വിൻഡോസ് സോഫ്റ്റ്വെയറിനുണ്ടായ തകരാർ. ധനകാര്യ സ്ഥാപനത്തിലെ ടെക്നിക്കൽ ജനറൽ മാനേജറായ പ്രതി ധന്യ തട്ടിപ്പ് നടത്തിയത് സോഫ്റ്റ്വെയർ ഡെവലപ്പിംഗ് മേഖലയിലുള്ള അറിവും പരിജ്ഞാനവും മുതലാക്കി. ഡിജിറ്റൽ ലോൺ ഇടപാട് വഴി എത്തുന്ന പണത്തിന്റെ പലിശയിൽ കൃത്രിമത്വം കാട്ടിയാണ് തട്ടിപ്പ് നടത്തിയത് എന്നും പ്രതി അന്വേഷണ സംഘത്തോട്. തട്ടിയെടുത്ത പണം ഉപയോഗിച്ചത് ഓൺലൈൻ ട്രേഡിംഗിനും സുഹൃത്തുക്കളെ സഹായിക്കാനും ആഡംബര ജീവിതം നയിക്കാനുമാണെന്ന് ധന്യ മൊഴി നൽകിയതായി കൊടുങ്ങല്ലൂർ DYSP. തട്ടിപ്പിൽ കുടുംബത്തിന്റെ പങ്ക് സംശയിച്ചും പോലീസ്. ചോദ്യം ചെയ്യൽ നീണ്ടത് 7 മണിക്കൂർ. അറസ്റ്റ് രേഖപ്പെടുത്തിയ ശേഷം കൊടുങ്ങല്ലൂർ മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. അഗ്നിപഥ് പദ്ധതിക്കെതിരെ പ്രതിപക്ഷ വിമർശനം കത്തി നിൽക്കെ അഗ്നിവീറുകൾക്ക് ജോലി സംവരണം പ്രഖ്യാപിച്ച് BJP ഭരിക്കുന്ന 6 സംസ്ഥാനങ്ങൾ. വിവിധ സർക്കാർ വകുപ്പുകളിലും പോലീസിലും 10% സംവരണം പ്രഖ്യാപിച്ച് മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ്, ഒഡീഷ, ഉത്തർപ്രദേശ്, ഉത്തരാഖണ്ഡ്, രാജസ്ഥാൻ സർക്കാരുകൾ. പ്രഖ്യാപനം കാർഗിൽ വിജയ് ദിവസിന്റെ 25ാം വാർഷികത്തോടനുബന്ധിച്ച്. വയനാട് മാനന്തവാടിയിൽ 40 കുട്ടികൾക്ക് ഭക്ഷ്യവിഷബാധ. ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് ദ്വാരക AUP സ്കൂളിലെ കുട്ടികളെ. ഛർദിയും വയറിളക്കവും പിടിപെട്ടത് സ്കൂളിലെ ഉച്ചഭക്ഷണം കഴിച്ചവർക്ക്. സംഭവം അന്വേഷിച്ച് റിപ്പോർട്ട് നൽകാൻ കലക്ടറോട് ആവശ്യപ്പെട്ട് മന്ത്രി V ശിവൻകുട്ടി. വ്യാജ സിനിമാ പതിപ്പ് നിർമ്മാണത്തിൽ പോലീസിന്റെ നിർണായക അറസ്റ്റ്. തിയേറ്ററിൽ നിന്ന് സിനിമ പകർത്തിയതിനിടെ കാക്കനാട് സൈബർ പോലീസ് പിടികൂടിയത് തമിഴ്നാട് മധുര സ്വദേശി സ്റ്റീഫനെ. അറസ്റ്റ് തിരുവനന്തപുരത്തെ പ്രമുഖ തിയേറ്ററിൽ നിന്ന് തമിഴ് സിനിമ രായൻ പകർത്തിയതിന് പിന്നാലെ ഫോണിൽ സിനിമ പകർത്തി വ്യാജ പതിപ്പ് പ്രചരിപ്പിക്കുന്ന സംഘത്തിലെ അംഗമാണ് സ്റ്റീഫൻ എന്ന് പോലീസ്. നടപടി നിർമ്മാതാവ് സുപ്രിയ മേനോന്റെ പരാതി. ആമിയഴിഞ്ചാൻ തോടും അതിൽ അകപ്പെട്ട് ജീവൻ വെടിഞ്ഞ ജോയും സർക്കാരിന്റെ കണ്ണു തുറപ്പിച്ചു. ഒടുവിൽ പ്രതിപക്ഷവും സർക്കാരിനൊപ്പം കൈകോർത്തു. മാലിന്യമുക്ത കേരളത്തിനായി യോജിച്ച് പ്രചാരണം നടത്താൻ സർക്കാരും പ്രതിപക്ഷവും. ഒക്ടോബർ 2 മുതൽ മാർച്ച് 30 വരെ സംസ്ഥാന വ്യാപക പ്രചാരണം. തീരുമാനം മുഖ്യമന്ത്രി വിളിച്ച സർവകക്ഷി യോഗത്തിൽ.